കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. താൻ തിരഞ്ഞെടുത്ത വൃദ്ധന്മാർ നിമിത്തമോ അവൻ ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ആ ഒരു കഷ്ടതകൾ വരുമ്പോൾ ഒരു മനുഷ്യന് നിലനിൽക്കാൻ പറ്റത്തില്ല. വിശ്വാസി എന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ ഇരിക്കുന്നവരായാലും ദൈവ ജോലി ചെയ്യുന്നവരായാലും ആ കാലഘട്ടങ്ങളിൽ നിലനിന്ന് പോകുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിനടുത്ത് വരുമ്പോൾ നടക്കുന്ന സംഭവങ്ങൾ. അപ്പം ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ആരംഭമാണ്. പക്ഷേ കർത്താവ് വരുന്ന സമയത്ത് ഭയങ്കരമായ സംഭവങ്ങൾ നടക്കും. ആ സമയത്ത് ആരും നിലനിൽക്കത്തില്ല പറ്റാത്ത ഒരു കാലയളവ് വരുമ്പോൾ താൻ തിരഞ്ഞെടുത്ത് കൊള്ളപ്പെട്ട തൻ്റെ മക്കൾ നിമിത്തം ആ ദിവസങ്ങളെ ദൈവം ചുരുക്കി പെട്ടെന്നൊരു അവസാനത്തിലേക്ക് കൊണ്ടുവരുമെന്ന് വചനം പറയുന്നു. നാം അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം തൊട്ട് ഒരു 19 വാക്യം വരെ നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: വീട്ടിന്മേൽ ഇരിക്കുന്നവൻ അകത്തേക്ക് ഇറങ്ങിപ്പോകയോ വീട്ടിലുള്ളിൽ നിന്ന് വല്ലതും എടുപ്പാൻ കടക്കയോ അരുത്. വയലിൽ ഇരിക്കുന്നവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല പ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ അത് ശീതകാലത്ത് സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലമാകും എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവ് ഈ ലോകം ഉണ്ടാക്കിയത് മുതൽ ഇതുവരെ നാം പറയും നമുക്ക് ഭയങ്കര കഷ്ടമാണ്, നഷ്ടമാണ്, അല്ലെങ്കിൽ കണ്ണുനീരാണെന്ന് പറയും. പക്ഷേ ദൈവം വചനം പറയുന്നത് താൻ ഈ ഭൂമിയെ ഉണ്ടാക്കിയത് മുതൽ ഇതുവരെയും അങ്ങനെ ഒരു കഷ്ടം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അത്ര ഭയങ്കരമായിരിക്കും കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് ഈ ലോകത്ത് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങൾ നടക്കുമ്പോൾ നാം ഈ ഭൂമിയിൽ ഉണ്ടാകുമോ ഇല്ല, നാം ഈ ഭൂമിയെ വിട്ടു പോകുമോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ കർത്താവ് വരുന്ന ആ ഒരു നാളും നാഴികയും ആർക്കും അറിയത്തില്ല. വരുന്നത് വരെയും തിന്നുകയും കുടിക്കുകയും കൊടുക്കുകയും പെണ്ണെടുക്കുകയും ജോലിക്ക് പോവുകയും വരികയും വീട് കട്ടുകയും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നത് പോലെ തന്നെ കർത്താവിൻ്റെ വരവിൻ്റെ ആ നിമിഷവും നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. ആയതുകൊണ്ട് ഇപ്പോഴോ കുറേ കഴിഞ്ഞോ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞോ എപ്പോഴാണ് യേശുക്രിസ്തു രണ്ടാമതും തന്നെ സ്നേഹിച്ച് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കാൻ വരുന്ന ദിവസം എന്ന് അറിയാൻ പാടില്ല. പക്ഷേ ആ ദിവസം ഭയങ്കര മഹാ ഉപദ്രവമായ ദിവസങ്ങളായിരിക്കും. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതുവരെയും ലോകം ഉണ്ടായത് മുതൽ സംഭവം നടക്കുന്നത് വരെയും അതേപോലെ ഒരു കഷ്ടം ഈ ഭൂമിയിൽ വന്നിട്ടുമില്ല, ഇനി വരികയുമില്ല എന്ന് വചനം പറയുന്നു. പക്ഷേ അത് കഷ്ടമേറിയ നാളുകളായതുകൊണ്ട് കർത്താവ് താൻ തിരിഞ്ഞുകൊള്ളപ്പെട്ട തന്നെ കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാർ നിമിത്തം ആ ദിവസങ്ങൾ ചുരുങ്ങിപ്പോകുമെന്ന് പറയുന്നു. പ്രിയ ദൈവ പൈതലെ, നാം ആ കഷ്ടനാളുകളിൽ അകപ്പെടാതിരിപ്പാൻ നമ്മുടെ തലമുറകളെയും കാത്ത് രക്ഷിപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, മഹാ ഉപദ്രവ കാലങ്ങളും കഷ്ടകാലങ്ങളും ഈ ഭൂമിയിൽ വരുമ്പോൾ കർത്താവെ, തൻ്റെ മക്കൾ തൻ്റെ വചനത്തിൽ തന്നെ നിലനിന്ന് ജീവിപ്പാനും അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയോടുകൂടെ വസിപ്പാനും ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.